1201 ആണ്ട് ധനുമാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് 16/12/2025 മുതൽ 14/1/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. മിഥുനക്കൂറിൽ ജനിച്ചവരുടെയാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പാതിഭാഗവും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. ഇതിലെ ഈ സമയം അവർക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചിരുന്നാലും അതിൽ 90% നല്ല ഭംഗിയായിട്ട് നടന്നു കിട്ടുന്നതിന് വളരെ കാലതാമസമൊന്നുമില്ലാണ്ട് നടന്നു കിട്ടാം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കാം. അതുപോലെ പൊതുപ്രവർത്തകർക്കും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വരൻ്റെ കടാക്ഷം വളരെയധികം കിട്ടുന്നൊരു മാസമാണ്. ശത്രുക്കളുടെ ശല്യം കുറയാം. ദീർഘകാലമായിട്ടുള്ള ചില അസുഖങ്ങൾക്ക് ശമനം വരാം. പരാതികൾ, പോലീസ് പരാതികളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി കേസുകൾ വരാം. പക്ഷെ അതൊന്നും വലിയ ശല്യങ്ങളൊന്നും ഈ മാസം ചെയ്യുന്നില്ല. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനാശം വരാം. അതിന് കാരണം ഈ മിഥുനക്കൂറുകാർക്ക് ഇപ്പം കണ്ടക ശനിയാണ് നടക്കുന്നത്. ആയതിനാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ദോഷങ്ങളൊക്കെ വരാം. അതുപോലെ നിങ്ങളെ സംബന്ധിക്കുന്ന, നിങ്ങളിനി തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എവിടെയെങ്കിലും പോകണമെങ്കിലോ കാര്യനേട്ടത്തിന് വേണ്ടി പോകുന്നെങ്കിലോ നിങ്ങൾ ഒരിക്കലും അത് ആരോടും പറയരുത്. പറഞ്ഞ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ മകയിരം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. ഓരോ നക്ഷത്രങ്ങളും തിരിച്ചാണ് ഇനി പറയുന്നത്. മകയിരം നക്ഷത്രക്കാർക്ക് 18 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഉറ്റ മിത്രങ്ങളോ മരണപ്പെടുവാനുള്ള ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ മരണമല്ലെങ്കിൽ കോമ സ്റ്റേജിലൊക്കെ പോകാം. എന്തെങ്കിലും ആക്സിഡൻറ്റോ അതൊക്കെ വന്നിട്ട് കോമ സ്റ്റേജിലാകാം. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ചതിലും ഉള്ള തൊഴിലും, പ്രതീക്ഷിക്കാത്തതിന് അതിൽ മുകളിലുള്ള നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യവും കാണുന്നുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. പഴി കേൾക്കാം. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. അന്യദേശവാസം ചെയ്യേണ്ടതായിട്ട് വരാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന അവർക്ക് മനസ്സമാധാനം തീർച്ചയായിട്ടും ലഭിക്കാം. അതുപോലെ ബുദ്ധി നേർവഴിക്കാകാം. ഓരോ കാര്യം ചിന്തിക്കുമ്പോഴും വളരെ ആലോചിച്ച് യുക്തിപൂർവ്വം അത് മനസ്സിലാക്കിയതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാം. ശാരീരിക സുഖങ്ങൾ വളരെ പ്രശ്നങ്ങളൊന്നും, ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. നല്ല ശാരീരിക സുഖം കിട്ടാം. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങളൊക്കെ തലപൊക്കാമെങ്കിലും അതൊക്കെ വൈദ്യസഹായം മൂലം അതൊക്കെ വളരെ ചെറുതായിട്ട് പോകാം, സുഖം പ്രാപിക്കാം. അത് അടുത്ത് തിരുവാതിര നക്ഷത്രക്കാരുടെയാണ്. 12 വയസ്സ് മുതൽ ഉള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക്, 12 വയസ്സ് വരെ ഉള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പല രീതിയിൽ രോഗങ്ങളാൽ കഷ്ടപ്പെടാം. അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വത വരാത്തൊരവസ്ഥ വരാം. മരണതുല്യമായ രോഗങ്ങളൊക്കെ വന്നിട്ട് വളരെയധികം കഷ്ടപ്പെടാം. നല്ല വസ്ത്രങ്ങളില്ലാത്തൊരവസ്ഥ വരാം. ഇത് ചില തിരുവാതിര നക്ഷത്രക്കാർക്കാണ്, എല്ലാവർക്കും അല്ല. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അല്പമായി ഈ മോശാവസ്ഥയെ തരണം ചെയ്ത് കുറേയൊക്കെ പുരോഗതിയിലേക്ക് വരാം. ദുഃഖവും ദാരിദ്ര്യമെല്ലാം മാറി തുടങ്ങും. ധനവും അവർക്ക് ലഭിച്ചു തുടങ്ങും. നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ മാന്യമായ നല്ല തൊഴിലും അവർക്ക് ലഭ്യമാകാം. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസൂയാലുക്കളായ ആൾക്കാരുകൾ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുമൂലം മനസ്സിന് ചില വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. മിത്രങ്ങളുമായി വൈരാഗ്യം വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരേണ്ട സാധ്യത കാണുന്നുണ്ട്. അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില ബുദ്ധിമുട്ടുകളും മാനഹാനിയൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അപ്പം വളരെയധികം ശ്രദ്ധിക്കുക. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ എല്ലാം നടന്നു കിട്ടും. ബന്ധുക്കളുടെ ഒത്തുചേരലുകളും അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം അവർക്കുണ്ടാകാം. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും ചില അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്തുവകകൾ സംബന്ധിച്ച് കേസുകളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയി വസ്തുവകകൾ ആരെങ്കിലും കൈവശപ്പെടുത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ഈ പ്രായത്തിൽ, ഈ കാലയളവിൽ വസ്തുവകകളും ക്രയവിക്രയം ചെയ്യുമ്പോൾ പോലീസിൻ്റെ സഹായമോ വക്കീലിൻ്റെ സഹായമോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്യൂരിറ്റിയുടെ സഹായമോ നിങ്ങൾ തേടുക.
71 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവർക്ക് മുമ്പ് അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും അവർക്ക് മാറി സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ്സും അവർക്ക് ലഭിക്കുന്നു, മനസമാധാനം ലഭിക്കുന്നു. ചെറിയ സർജറികൾ നടക്കേണ്ടതായിട്ട് വരാം. അസ്ഥിയെ സംബന്ധിച്ച ചില ഒടിവ് ചതവൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. പുണർദം നക്ഷത്രക്കാരുടെയാണ് അടുത്ത് പറയുന്നത്. 9 വയസ്സ് വരെ ഉള്ളവർക്ക്, പുണർദം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം. ആരോഗ്യവും സമ്പത്തും അവർക്ക് ലഭിക്കാം. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായമില്ലാത്ത ഒരവസ്ഥ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അവരോട് ചേർന്ന് എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ ചെയ്യുകയും അതുമൂലം ജയിൽവാസം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. വിദ്യാ തടസ്സം കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. തൊഴിൽ ലഭിച്ചാൽ ആ തൊഴിൽ വേണ്ട എന്ന് വയ്ക്കരുത്. വേറൊരു തൊഴിൽ പെട്ടെന്ന് കിട്ടുവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കാം. ധനസമൃദ്ധി ഉണ്ടാകാം. ആഗ്രഹിക്കുന്നതൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമാണ്. ചില രോഗങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങളൊക്കെ വരാം. ധനനാശം വരേണ്ട സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. മരണതുല്യമായ ചില അവസ്ഥകളും വന്ന് ഭയപ്പെടുത്താം. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര നാളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് പൂർണ്ണ ശാന്തി ലഭിക്കുന്നു. വാഹനങ്ങൾ, വീട് എന്നിവയെല്ലാം വാങ്ങുവാൻ സാധിക്കുന്നു. 72 വയസ്സിന് മേൽ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വന്നേക്കാം. പിന്നെ വീഴാതെ ശ്രദ്ധിക്കുക. വീഴ്ച വന്നാൽ എല്ല് ഒടിയുന്നതിനും മറ്റുമൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഇതിൽ കൂടുതൽ കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.